Pagkakamdita, Birta kami pacithanga hemelong, kacinggunta, armamarat, doa apa, maida kekro esong inpen puthor kewan Yesus Kristus menpen, kardom bilo kardom. ഇങ്ങനെ ഒന്നേകാൽ മണിക്കൂർ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ പറഞ്ഞത് ആർബി ഭാഷയാണ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൈതയിലുള്ള സ്ഥലം സഭയിൽ നിന്ന് ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന് സ്നേഹവന്ദനം എന്നാണ് ഞാൻ പറഞ്ഞത്. എപ്പിസോഡ് പറഞ്ഞതുപോലെ ചിലര് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലര് കാണുവാനായിട്ട് ആഗ്രഹിച്ചു വന്നവരുണ്ട്. നമ്മെ കാണുവാൻ, നമ്മെ പ്രാർത്ഥനയിൽ ഓർക്കുന്നവർ, നമുക്ക് വചനമൊക്കെ ആത്മീയമായിട്ട് വെച്ച് നടന്ന പ്രായത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളവർ, അവരെയൊക്കെ കാണുന്നത് എനിക്കും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് ഞാൻ ഇപ്പോഴേ പറയട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. എത്ര പേർ ഇങ്ങനെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അറിയുന്നില്ല. എന്നാൽ പ്രാർത്ഥനയുടെ വലിയ ശക്തി ഞാൻ ആസ്വദിക്കുന്നു. ഇഴാതെ, നിലംപരിചാവാതെ, മണ്ണിന് വളമാകാതെ ക്രിസ്തയേശുവിനായി നിർത്തുന്നതിൽ പ്രിയ ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. അപ്പോ ചിലരൊക്കെ ആദ്യമായിട്ടെങ്കിലും ഒക്കെ കണ്ടല്ലോ. ഒരു സാധാരണ മനുഷ്യനാണ്, വലിപ്പത്തിൽ അല്പം വണ്ണമൊക്കെ കൂടിയാണ് കാണുന്നെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവജനത്തിന്റെയും ഓരോ ദൈവമക്കളുടെയും പോലെ എനിക്കും 10 വിരലേ കൈവിരലുകളും 10 കാൽവിരലുകളുമേ ഉള്ളൂ. 2 കൈ 2 കാൽ, 1 GB മെമ്മറി, 2 GB റോം, അതാണ് കപ്പാസിറ്റി. എന്നാൽ 21 വർഷങ്ങൾക്ക് മുൻപ് എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എന്തുമാത്രമേ ചെയ്തുള്ളൂ എന്നുള്ളത് പ്രാരംഭമായി വചനത്തിൽ നിന്നും ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം നമുക്ക് ഈ വേദഭാഗമൊക്കെ വളരെ സുപരിചിതമാണ്. എന്നാൽ അതിന്റെ 5-ാമത്തെ വാക്യമാണ്. ഓർക്കുക, 21 വർഷം മുൻപ് ഇതേ ചെയ്തു. 5-ാം വാക്യം, യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതും ഇല്ല. കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുവാനായിട്ട് ഇടയായത്. വളരെ ഭക്തരായ മാതാപിതാക്കന്മാർക്ക് ജനിച്ച മകനാണ് ഞാൻ, ഏക മകനാണ് ഞാൻ. പക്ഷെ കത്തോലിക്ക പള്ളിയും ആ പ്രമാണവും ഒന്നും അനുസരിക്കുന്നതിൽ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരേ ഒരു കാര്യം, അരമണിക്കൂറും 3/4 മണിക്കൂറും ഒക്കെ മുട്ടുകുത്തി നിന്ന പിന്നെ കിട്ടുന്നത് ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു കഷ്ണം റസ്കുമായിരുന്നു. ആ പ്രായത്തിൽ അത് അത്ര എന്റർടൈനിങ്, ആസ്വാദികരമായ ഒന്നായിരുന്നില്ല. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയും അളിയനും ഒക്കെ തിരുവനന്തപുരത്ത് ആണ് ആയിരിക്കുന്നത് ഇപ്പോൾ. ആ ചേച്ചിക്ക് ഒരു പൊള്ളൽ, തീപ്പൊള്ളൽ പറ്റി. ആ ഒരു സംഭവമാണ് എൻ്റെ അമ്മയെ
മമ്മിയെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനായി കർത്താവ് ഉപയോഗിച്ച മുഖാന്തരം. ആ സമയങ്ങളൊക്കെ ഭവനത്തിന് തീച്ചൂളയുടെ അനുഭവങ്ങളായിരുന്നു. എന്നാൽ മമ്മി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. മമ്മിക്ക് ഒരു പ്രത്യേക രോഗമുണ്ടായിരുന്നു. അപ്പോ ഡാഡി പറഞ്ഞു, ഞാൻ ചില പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവജനം വിഷമം തോന്നരുത്, ഡാഡി പറഞ്ഞു, ഈ ഉപദേശിമാരുടെ മീറ്റിംഗ് ഒക്കെ രാത്രി നീ ഒരു കാര്യം, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കും, നീ ഒരു കാര്യം ചെയ്യേ, എസ്കോട്ടായിട്ട് പോ ഈ അസുഖത്തോടുള്ള ബന്ധം. അങ്ങനെ ഞാൻ പോയി. ആദ്യമായിട്ടുണ്ടായിരുന്ന കോട്ടേജ് മീറ്റിംഗ് ആയിരുന്നു. 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാം, കസേരയിൽ ഇരിക്കാം, നിലത്തിരിക്കാം. 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇതാ വരുന്നു പൊറോട്ടയും ചിക്കൻ കറി. ഞാനിതൊക്കെ പറയുമ്പോ സത്യത്തിൽ മറ്റു ചില ചേരുവകൾ ചേർക്കാനായിട്ട് അറിയില്ല. വളരെ ചെറുപ്രായത്തിലെ കർത്താവ് കൊണ്ടുപോയത് കാരണം ഉള്ളത് പോലെ പറയാം. ഞാൻ കരുതി ആകസ്മികമായിരിക്കും. അടുത്ത ഞായറാഴ്ച ഒരു വാച്ച് നൈറ്റ് സർവീസ് അല്ലെങ്കിൽ സാക്ഷിയോഗ ഞായറാഴ്ചയായിരുന്നു. ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ്, വൈകുന്നേരം ഏറ്റവും ഇഷ്ടമുള്ള പഴംപൊരി, രാത്രിയും നല്ല ശാപ്പാട്. 12 മണിയായപ്പോ കേക്ക് മുറിക്കുന്നു, തിരിയുന്നു. ഞാൻ തിരിച്ചു പോകുമ്പോ മമ്മിയോട് പറഞ്ഞു, ഇന്നു മുതൽ മമ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നു മുതൽ എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ മമ്മിയുടെ കൂടെ ഉള്ളൂ. കർത്താവിനായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല, ഭക്ഷണത്തിനായിട്ടൊരു തീരുമാനം എടുത്തു. മമ്മി പറഞ്ഞു, നിനക്ക് അതിന്റെ ഗൗരവം അറിയാമോ? എന്തു വന്നാലും ഞാൻ ഇനി മമ്മിയുടെ കൂടെ ഉള്ളൂ. മമ്മി അന്ന് തന്നെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നെ മല്ലപ്പള്ളി അപ്പച്ചൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജോൺ ചെറിയാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് വിശ്രമിക്കുന്നു. ആ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് എന്നെ കൊടുത്തു. വചനം പഠിക്കുവാൻ, വചനം കേൾക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ എന്നൊക്കെ പ്രാർത്ഥനയുമായി താൻ തിരശ്ശീലയ്ക്ക് പിറകി. ആ അപ്പച്ചന്റെ സാന്നിധ്യം ഒരിക്കലും മറക്കാവതല്ല. എല്ലാ ദിവസവും സ്കൂള് വിട്ട് വരുമ്പോ ഒരു വെളുത്ത മുണ്ടും ഒരു വെളുത്ത ഷർട്ടും കയ്യിലൊരു കറുത്ത ബാഗും ഒരു കാലൻ കുടയും ഒക്കെ ആയിട്ട് വരും. എന്നിട്ട് എന്നെയും കൂട്ടി അയൽവക്കത്തുള്ള സമുദായം, ഇതര സമുദായങ്ങളുള്ളവരുടെ വീട്ടിലേക്ക് സുവിശേഷവുമായി പോകും. വലിയ നാണമായി. എന്നെ കാണുമ്പോഴേ കൂട്ടുകാർ പറയും, വിശുദ്ധൻ വരുന്നു, ഇന്നലെ വരെ പാപിയായിരുന്നു, എന്തു പറ്റി? ഞാനതൊക്കെ കൊച്ചു മക്കളോടുള്ള ഒരു ഇൻപുട്ടായിട്ടാണ് പറയുന്നത്. ചെറിയ നാണവും ചെറിയ ലജ്ജയും ഒക്കെ നമുക്ക് തോന്നും പലപ്പോഴും. അപ്പച്ചൻ പറയും, ഞാൻ അപ്പനോട് പറഞ്ഞു, എനിക്ക് വചനമൊന്നും പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ വരണം. അപ്പൊ അപ്പച്ചൻ പറയും, നീ പ്രാർത്ഥിക്കും. അയ്യോ അപ്പച്ചൻ, എനിക്ക് പ്രാർത്ഥിക്കാനും ശരിക്കും അറിയില്ല, അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പോരെ. അപ്പച്ചൻ പറഞ്ഞു, വീക്ഷിക്കും. എപ്പോഴും വിളിച്ചിരുന്നത് കുഞ്ഞേ എന്ന്. സ്നേഹത്തോടെ കുഞ്ഞേ എന്ന് വിളിച്ച പിന്നെ എന്താ ചെയ്യാൻ പറ്റുമോ? എന്നാൽ ആത്മീയമായിട്ട് നടത്തുവാൻ ദൈവം ഉപയോഗിച്ച ആ അപ്പച്ചന്റെ കൂടെ വചനം ഞാൻ കേട്ടു, രക്ഷിക്കപ്പെട്ടു. എപ്പോഴും ആ അപ്പച്ചൻ എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ ഞാൻ എല്ലാ ദിവസവും വചനം വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ, കർത്താവ് സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കുറിക്കുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു പ്രത്യേക പിതൃപുത്ര ബന്ധം അതായിരുന്നു ഞാൻ ആസ്വദിച്ചത്. തന്ന ട്രെയിനിങ് ഹാർഡ് കോർ ട്രെയിനിങ് ആയിരുന്നു, കടുത്ത പരിശീലനം. ഞാനതിനെ കുറച്ച് വാക്കുകളിൽ ചുരുക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും ബൈബിൾ ക്ലാസ്സിനായിട്ട് അപ്പച്ചൻ വരുമ്പോൾ ഒരു
വാക്യം മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും പഠിച്ചിട്ട് അപ്പച്ചനെ കേൾപ്പിക്കണമായിരുന്നു. തീർന്നില്ല. ഒരു പാട്ട്, ആത്മീയ ഗാനത്തിൽ ഒരു പാട്ട്, ഒരു ഗാനം ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും പഠിപ്പിച്ചിട്ട് ബൈബിൾ ക്ലാസ്സിന് മുമ്പ് പുസ്തകം നോക്കി പാടണമായിരുന്നു. ഞാനൊരു ദിവസം അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച ഇംഗ്ലീഷും ഹിന്ദിയും മനസ്സിലാക്കും, എന്തിനാ ഈ ഇംഗ്ലീഷും മലയാളവും മനസ്സിലാക്കും, എന്തിനാ ഈ ഹിന്ദി? അപ്പച്ച എന്നോട് ചോദിച്ചു, നീ സ്കൂളിൽ ഏതൊക്കെ ഭാഷകൾ പഠിക്കും? ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. അപ്പച്ച എന്നോട് ചോദിച്ചു, എന്തിനാ ഹിന്ദി പഠിക്കുന്നത്? പിന്നെ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. മാസവേല, മാസയോഗം കൂട്ടിക്കൊണ്ടു പോകും. എന്റെ ചെറുപ്പത്തിലെ ആഗ്രഹം ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ഓഫീസർ ആകണം എന്നുള്ളതായിരുന്നു. അതിനായി NDA എഴുതുവാനായി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, പ്രീ ഡിഗ്രി. മാസവേല, മാസയോഗത്തേക്ക് കൊണ്ടുപോകും. അവിടെ അന്ന് ഹല്ലേലൂയ അപ്പച്ചൻ എന്നൊക്കെ പറയുന്ന ഒരു അപ്പച്ചനുണ്ട്. പെട്ടെന്ന് എഴുന്നേറ്റ് ഹല്ലേലൂയ പറയും. ഞങ്ങളൊക്കെ ഞെട്ടുമായിരുന്നു. അങ്ങനെ വളരെ പ്രായമെത്തിയവരുടെ ഇടയിൽ ഒരു ബാലൻ, കളക്ടർ വരും, വലിയ വലിയ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരവിടെ വരും. എന്നിട്ട് ഈ പുസ്തകം മാറോട് അടച്ചിട്ട് പറയും, ഇന്ന് ഒരു ദിവസം മഹാരാജാവിന്റെ ഈ വേലയിൽ, വലിയ വേലയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം അവധി കിട്ടി. അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണും. ഒരു പയ്യന്, കത്തോലിക്ക പശ്ചാത്തലത്തിൽ മുന്നോട്ട് വന്ന ഒരു പയ്യൻ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായി കണ്ടിരുന്ന ഉദ്യോഗം, ഈ ലോകം IAS എന്നും ഈ ലോകം ജനറൽ മാനേജേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന പല പോസ്റ്റ്, അതൊക്കെയാണ് വലിയ ഉദ്യോഗമായി കണ്ടിരുന്നത്. എന്നാൽ അവർ ഇവിടെ വന്ന് പറയുക, ഈ മഹാരാജാവിന്റെ വലിയ, പലതവണ കണ്ടപ്പോ അതൊക്കെ ഒരു ബാലന്റെ മനസ്സിൽ രണ്ട് ചിന്തകൾ ഉളവാക്കി. ഒന്ന്, ഈ ലോകത്തിൽ ഒരുവന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വേലയാണ് സുവിശേഷ വേല. രണ്ട്, ഈ ലോകത്തിൽ അനേകം പുസ്തകങ്ങളുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുസ്തകം ഈ സത്യവേദ പുസ്തകം. ഇതൊന്നും അപ്പച്ചൻ വാമൊഴി കൊണ്ടല്ല എന്നിൽ ഈ ചിന്തകളെ നിക്ഷേപിച്ചത്. ഒബ്സർവ്, വീക്ഷിക്കുക. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ആസാമിൽ, ഇന്നും കർണാടകയിലായിരിക്കുന്ന BK സൈമൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അങ്കമാലി കിഴക്കേ ബ്രദറൻ അസംബ്ലിയിൽ വന്ന് YMBFന്റെ ഒരു ഏകദിന സമ്മേളനത്തിൽ തന്റെ സാക്ഷ്യം പറഞ്ഞു. അതുപോലെ ആസാമിലേക്ക് കടന്നു പോകുവാൻ എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ആസാമിലേക്ക് പോയി. ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരിക്കുന്ന സമയത്ത് 6 സുവിശേഷകന്മാരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അവരോട് കൂടെയൊക്കെ ഈ 2 ദിവസങ്ങൾ താമസിച്ച് അവരുടെ സ്ഥലമൊക്കെ കണ്ട് തിരിച്ചു വന്നു. വളരെ സന്തോഷം തോന്നി. ആ ഒരു യാത്രയാണ് എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഇന്ത്യൻ നേവിയിൽ ഒരു ഓഫീസറായിട്ടല്ല, മറിച്ച് സുവിശേഷ വേലയ്ക്കായിട്ടാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. തിരിച്ചു പോന്നപ്പോ ഒരു മാപ്പ്, കിഴക്കേ സംസ്ഥാനങ്ങളുടെ ഒരു ഭൂപടം അടങ്ങുന്ന ഒരു പുസ്തകം ഞാൻ വാങ്ങിച്ചു വന്നു. അത് ആസാമീസ് ഭാഷയിലായിരുന്നു. മലയാള അക്ഷരങ്ങൾ അതിന്റെ മുകളിൽ എഴുതി പ്രാർത്ഥന തുടങ്ങി. 2 മാസം കർത്താവെ അയക്കണമേ, അയക്കണമേ. ഞാൻ കരുതി അബ്രഹാമിനോടൊക്കെ സംസാരിച്ചതുപോലെ മേഘത്തിൽ നിന്നൊരു ശബ്ദം വരും, മിഥുനേ ഒന്നും സംഭവിക്കും. അങ്ങനെ 2 മാസത്തിന് ശേഷം ഒരു രാത്രി ഞാൻ, അതിന് മുന്നേ സ്ഥലം സഭയിലുള്ള പലരായിട്ടും പ്രായത്തിൽ മുതിർന്നവരായിട്ടും പലരായിട്ടും ഈ കാര്യം പങ്കിട്ടു. അപ്പൊ അവര് പറഞ്ഞു, ഇതിനെ ഈ പ്രായം എന്ന് പറയുന്നത് രക്തം തിളയ്ക്കുന്ന പ്രായം. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. നിന്റെ മുമ്പിൽ ഒരു നല്ല ഭാവിയുണ്ട്, അത് നീ കളയരുത്. ദൈവം നിന്നെ വേലയ്ക്ക് വിളിക്കണമെങ്കിൽ അത് ദൈവം ചെയ്തുകൊള്ളു. സോ കോൺസെൻട്രേറ്റ് ഇൻ യുവർ സ്റ്റഡീസ്. ഒരു രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞു,
ദൈവമേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങേ പരിമിതപ്പെടുത്തുന്നതാവാം. നീ ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാകാം ആസാമിൽ എവിടെയാണ് പോകേണ്ടത്. എനിക്കത് മനസ്സിലായി. 21 വയസ്സുള്ള ഒരു പൊട്ട ബാലന്റെ ഒരു പ്രാർത്ഥനയാണ്. ഞാനൊരു നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് തരട്ടെ. ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം, സ്കൂൾ ഓർ എനിവെയർ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ദയവ് ചെയ്ത് ആരും അനുകരിക്കാൻ ഉതകുന്ന ഒരു മാതൃകയാക്കി എടുക്കരുത്. ഈ 21 വർഷത്തിന് ശേഷം എനിക്കത് സംക്ഷിപ്തമായിട്ട് പറയാവുന്നുള്ളൂ. ഒരു 21 വയസ്സുകാരൻ ബാലന്റെ മൂഢത്തരം കർത്താവ് ക്ഷമിച്ചു. അതവനെ വിനയാക്കാതെ തന്റെ മഹത്വത്തിനായി അതവൻ മാറ്റി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ എന്റെ ചൂണ്ടാണികളിൽ എടുക്കും കണ്ണടച്ചു. ഈ ഭൂപടത്തിൽ അന്ന് ഞാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എന്റെ വിരലിനെ കൊണ്ട് ചെന്നെത്തിക്കണമേ. വിരൽ കുത്തി സ്ഥലം ഹാമർ. പെട്ടെന്നൊരു ഭീതി വന്നു. അതിനുശേഷം വളരെ സമാധാനവും വന്നു. സ്ഥലം കിട്ടിയില്ല. പിന്നീട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താ? കുടുംബത്തിന് ഏക മകൻ എന്ന നിലയിൽ എവിടേക്ക് പോകണം എന്നുള്ളത് അതിന്റെ അറിവ് കിട്ടിയാൽ പിന്നെ ആദ്യം എന്ത് ചെയ്യും? ഓഫ്കോഴ്സ് പാരന്റ്സിനോട് പറയും. ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് പോവാം. എവിടെ? ആസാമിൽ ഹാമൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അടുത്ത ചോദ്യം, ഈ സ്ഥലം എങ്ങനെ മനസ്സിലായി? ഇങ്ങനെയാണോ ദൈവഹിതം കണ്ടെത്തുന്നത്? ഉത്തരവ്, ആരെങ്കിലും നിന്നെ അവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു? ഉത്തരവില്ല. ഏത് ജാതി, ഏത് ഭാഷ, ഏത് ഗോത്രം, എവിടെ പാർക്കും? കാരണം അന്ന് മൊബൈൽ ഫോൺ ഇല്ല. ഡാഡി പറഞ്ഞു, ഇതിനെ ദൈവം ഞങ്ങൾക്ക് ഒരു മകനെ നൽകിയുള്ളൂ. അവനെ ഞങ്ങൾ വളർത്തി വലുതാക്കി. എന്നാൽ നീ ചെറുപ്പം മുതൽ മഹാമടിയൻ. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളത് നിന്റെ മുഖമുദ്രയാണ്. ഞങ്ങൾ നിന്നെ വളർത്തി വലുതാക്കി. ഇപ്പോ നീ ഞങ്ങൾക്ക് അത്താണിയാവേണ്ട സമയമാണ്. നീ പിന്നെ ഓടാൻ റെഡിയായി. ഇത് കേവലം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് ഗോ. നിൽക്കൂ, ചിന്തിക്കൂ, പിന്നെ മുന്നോട്ട്. കാരണം കുറെ ഓടിക്കഴിയുമ്പോ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായി. അല്ല, നിനക്ക് പൂർണ്ണ നിശ്ചയമുണ്ട് ഇത് ദൈവവിളിയാണ് എങ്കിൽ ഒരു ദിവസം പോലും ഇനി ഇവിടെ നിൽക്കരുത്. ദൈവത്തിനറിയാം അവൻ ഞങ്ങൾക്ക് ഒരു മകനെ തന്നിട്ടുള്ളൂ. നീയൊക്കെ ഞങ്ങളെ നോക്കുന്നതിലും നോക്കുന്നതിലും മനോഹരമായിട്ട് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ നോക്കുകയാണ്. സ്തോത്രം. എന്റെ കർത്താവ് ഒരുക്കിയതിലും അനവധി മടങ്ങ് അധികമാണ് എന്റെ മാതാപിതാക്കന്മാരെ കർത്താവ് ഒരുക്കി. സന്തോഷത്തോടെയാണ് അവർ എന്നെ പറഞ്ഞത്. അങ്ങനെ തീവണ്ടി കയറി VK സൈമൺ അങ്കിളുടെ അടുത്തെത്തി. സൈമൺ അങ്കിളിനോട് ചോദിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സൈമൺ പറഞ്ഞു, ശരി, ഏത് വണ്ടിയാ ഉള്ളതെന്ന് ഞാൻ നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ പോയി അധികാരികളെ ചോദിച്ചു ഹാംബ്രനിലേക്ക് പോകാൻ വേണ്ടി. ഹാംബ്രൻ ഇപ്പൊ ആർക്കാ അങ്ങോട്ട് പോകേണ്ടത്? എന്റെ ഒരു പരിചയക്കാരൻ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അവര് തദ്ദേശവാസികളായ ആസാമികളാണ്. അവർ പറഞ്ഞു, ആ പുള്ളിക്ക് ജീവിതം അടുത്തിട്ടുണ്ടാണ്. ഞങ്ങൾക്കൊരു സർക്കാർ ഉദ്യോഗം ഈ ഹാംബ്രൻ, ഈ കാർബി ആംഗ്ലോങ് എന്ന് പറയുന്ന ജില്ലയിൽ കിട്ടിയാൽ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുക്കും. ജീവൻ ഉണ്ടായതല്ലേ പണത്തിന് മൂല്യമുള്ളൂ. ഞാൻ അങ്ങോട്ടൊന്നും പോകണ്ട, ആ പുള്ളി വേണമെങ്കിൽ പോട്ടെ. എന്നാ ഈ VK സൈമൺ എന്ന് പറയുന്ന ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
താൻ ഒറ്റയ്ക്കാണ് ഈ അന്വേഷണം നടത്തുന്നത്. വീട്ടിൽ വരും, ചോദിക്കും, ഒറ്റ ചോദ്യം, തൃശ്ശൂരുകാരനാണല്ലോ, എടാ ദൈവം നിന്നെ ഇങ്ങോട്ട് തന്നെ വിട്ടേക്കണേ. ഞാൻ പറയും എന്തെങ്കിലും പ്രശ്നം? താൻ അഭിമുഖീകരിച്ച ഒരു പ്രശ്നങ്ങളും താൻ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവസാനം ഒരു വണ്ടി കിട്ടി, അവിടെ എത്തി, ഒരു മുറി, കടകൾക്കായിട്ട് പണിതിട്ട ഒരു മുറി ഒരു തദ്ദേശീയനായ കാർജിയിൽ നിന്നും കിട്ടി. മരം കൂച്ചുന്ന തണുപ്പ, 2005 ഒക്ടോബർ മാസം, നവംബർ മാസം. അങ്ങനെ കടമുറി തന്നിട്ട് അതിന്റെ ഓണർ ചോദിച്ചു, ഫർണിച്ചറൊക്കെ എപ്പോ വരും? എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഉടുതുണിക്കൊരു മറുതുണി, വേദപുസ്തകം, എവറഡിയുടെ ഒരു ടോർച്ച്, 500 രൂപ. സൈമൺ പറഞ്ഞു, അതൊക്കെ വരും. അദ്ദേഹം പോയി. സൈമൺ പറഞ്ഞു, ഉറങ്ങാൻ ഒരു കട്ടിൽ വേണം, അല്ലെങ്കിൽ തണുപ്പ് പിടിച്ച് നീയും ചാവും ഞാനും ചാവും. നിനക്കൊന്നും നോക്കാനില്ല, മുകളിൽ ആകാശവും താഴെ ഭൂമിയും. എനിക്ക് ഭാര്യയും 2 കുഞ്ഞു മക്കളും ഉണ്ട്. കട്ടിൽ അന്വേഷിച്ചിട്ട് യാത്ര തുടങ്ങി. ഒരു കട്ടിൽ കണ്ടു, ബംഗാളികൾ നിർമ്മിച്ചിട്ടിരുന്ന കട്ടിൽ. അതിന്റെ വില ചോദിച്ചു. 2005 നവംബർ 10,000 രൂപ. സ്തോത്രം പാടിയ ശേഷം മുറിയിലേക്ക് വന്നു. അങ്ങനെ സൈമണങ്ങൾ അപ്പോഴേക്കും അസ്വസ്ഥനായി തുടങ്ങി. സൈമണങ്ങൾ ചോദിച്ചു, എടാ ഞാൻ ഇപ്പോഴും നിന്നോട് ചോദിക്കുന്നു, ഇവിടേക്ക് തന്നെയാണോ ദൈവത്തിന് വിട്ടിരിക്കുന്നത്? അത് അങ്ങനെയാണെങ്കിൽ ഒരു കട്ടിൽ വേണം. ഞാൻ എപ്പോഴും സൈമണങ്ങളോട് പറയാറുണ്ടായിരുന്നു, കാരണം റീസണബിൾ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ 21 വയസ്സുകാരന് എന്ത് ജ്ഞാനം ഉണ്ടായില്ല. എപ്പോഴും പറയും, ഏലിയാവിന്റെ കാക്ക വരും. സൈമണങ്ങളോട് ഞാൻ പറഞ്ഞു, ഏലിയാവിന്റെ കാക്ക വരും. അത് കേട്ടതോടെ സൈമണങ്ങൾ ദേഷ്യമായി. നീ വന്നപ്പോ തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏലിയാവിന്റെ കാക്ക, ഏലിയാവിന്റെ കാക്ക. എടാ, ഏലിയാവിന്റെ കാക്കയെ കർത്താവ് പറഞ്ഞയച്ചത് അപ്പവും ഇറച്ചിയും കൊണ്ട് എത്തിക്കാനാ. അതിന്റെ ആവശ്യം ഇവിടേക്ക്, അത് ഹോട്ടലിൽ കിട്ടും. ഇപ്പൊ വേണ്ടത് എന്താ? കട്ടില. കാക്ക കട്ടിലെടുത്താ പോകുമോ? അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, അത് ശരിയാണല്ലോ. നേരത്തെ നാം വായിച്ചല്ലോ, മരത്ത് നിന്നില്ല, പിന്തിരിഞ്ഞില്ല. അന്നും ഇന്നും കർത്താവ് നൽകിയിട്ടുള്ളൊരു വലിയ കൃപ എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളുടെ മാതിരി കർത്താവിനെ ആശ്രയിക്കാൻ. കാരണം അവിടെ ആശ്രയിക്കാനായിട്ട് വേറെ ഒരു സാധനമില്ല. സ്തോത്രം. വേറെ ഒരു മനുഷ്യനില്ല. സ്തോത്രം. എല്ലാത്തിലും എല്ലാമായി എന്നും ഇന്നും അന്നും കർത്താവ് ഒഴികെ വേറെ ആരും ഒഴിയില്ല. സ്തോത്രം. ഒരു സൗണ്ട് കേട്ടു. സൈമൺ പോയി വാതിൽ തുറന്നു. താ കിടക്കുന്നു ഒരു കട്ടിൽ. ഇത് അതിശയോക്തിയൊന്നുമല്ല, ഇതെന്തെങ്കിലും സിനിമയുടെ ക്ലൈമാക്സ് അല്ല, സ്വർഗത്തിൽ ഇത് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. സൈമൺ ഞാൻ ആ മുഖം ഓർക്കുന്നു. വാതിൽ തുറന്നിട്ട് കട്ടിൽ വന്നതാ. തൃശ്ശൂർ ഭാഷയിൽ പറയാ കാക്ക കട്ടിൽ കൊണ്ടുവന്നു. എനിക്ക് അതിശയമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് ആവശ്യമാണെങ്കിൽ ദൈവം തരും. ഓക്കെ. സൈമണങ്ങളുടെ അടുത്ത വാക്ക്, ഞാൻ പോവാണ്. അതിന്റെ ഉത്തരം അന്ന് പറഞ്ഞില്ല. ഇന്നേക്കൊരു 5 വർഷം മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ സൈമണങ്ങളോട് ഞാൻ ചോദിച്ചു, എന്താണ് പെട്ടെന്ന് പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ എന്നോട് ഒറ്റയ്ക്ക് വിട്ടേച്ച് പോകുന്നു? എടാ, കട്ടില് കിട്ടുന്ന സമയം വരെ ഞാൻ ചിന്തിച്ചിരുന്നത് നീ വല്ല യോനിയായിരിക്കുന്നത്. ഏതോ ഒരു വികാരത്തിന്റെ പുറത്ത് പൊട്ടിപ്പുറപ്പെട്ടു. പക്ഷെ കട്ടില് നിനക്ക് ദൈവം കൊണ്ട് ഞാൻ എത്തിച്ചപ്പോഴേ ഒരു കാര്യം മനസ്സിലായി, നീ വികാരത്തിന്റെ പുറത്തൊന്നുമല്ല പറഞ്ഞത്. നിന്നെ കർത്താവ് അയച്ചതാ, തീർന്നില്ല. നിന്നെ അയച്ച കർത്താവ് നിന്നോട് കൂടെ
ആ ഹാമറിലുണ്ട്. പിന്നെ നിനക്ക് ജീവിക്കാൻ സൈമന്റെ ഒന്നും ആവശ്യമില്ല, നീ അവിടെ ജീവിക്കുന്ന എനിക്ക് അന്നേ ഉറപ്പായിരുന്നു. സ്തോത്രം. ഈ ഒരുപാട് ഡിഫൻഡ് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. യോശുവയോട് പറഞ്ഞല്ലോ, മോശയോട് പറഞ്ഞല്ലോ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു എന്ന് ജനം അറിയും. ഓക്കെ, പിന്നെ അടുത്ത ദിവസം തുടങ്ങി എന്താ? ബൈബിൾ എടുക്കുക, പോവുക, സുവിശേഷ പ്രസംഗം. ചിലർ തൽപരരായിട്ട് മുന്നോട്ട് വരുന്നു. അവരുടെ വീട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ വീട്ടിൽ ബൈബിൾ സ്റ്റഡി തുടങ്ങും. അതിനുശേഷം ചിലര് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരും. അവർക്ക് വിശ്വാസ സ്നാനം. അതിനുശേഷം കർത്തൃമേശ, എല്ലാ കാര്യങ്ങളും സ്മൂത്താണ്. എന്തൊരു എളുപ്പമാണ്. ഇതൊക്കെ ചിന്തിച്ചിട്ട് എവിടെ പോണത്? അതായത് രാവിലെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കണമല്ലോ. ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, അധ്യാപകന്മാർ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ലോകത്തെ എല്ലായിടത്തും, ഹിന്ദി അറിയാമെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും പോവാം. ചന്തയിൽ പോയി പ്രായമുള്ള സ്ത്രീകൾ, 65-70 വയസ്സുള്ള സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ തോർത്തുമുണ്ടിൽ കുറച്ച് പച്ചക്കറി കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അവർ ചോദിച്ചു, കേട്ടതായിട്ട് ഭവിച്ചില്ല. എല്ലാ ഗ്രാമറിനും കുട്ടി പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. ഇത് ചീത്ത വിളിക്കാണോ, പോവാൻ പറയാനോ എന്നോ വേറൊരാളോട് ചോദിച്ചു. അല്പം മയത്തോടു കൂടി ഇതൊക്കെ തന്നെ ആവർത്തിച്ചു. അപ്പൊ ഞാൻ പോയി മുറി തന്ന ഉടമയോട് ചോദിച്ചു, ഇവിടെ ഏത് ഭാഷയാണ്? നിങ്ങൾക്കൊക്കെ ഹിന്ദി ഇംഗ്ലീഷും അറിയാമല്ലോ, ഇവർ ഏത് ഭാഷ സംസാരിക്കുന്നുണ്ടോ? അവർക്ക് കാർബിയെ അറിയാം. സുവിശേഷം പറയുന്നത് സ്വപ്നം ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുക. എന്നാലും നമ്മള് പട്ടാളക്കാരാണല്ലോ, പിന്മാറില്ലല്ലോ. എനിക്കൊരു കാർബി ട്യൂഷൻ ടീച്ചറിനെ തരാമോ? ഒരു ചിരിയില്ല. കാർബി ഭാഷയ്ക്ക് ലിപിയില്ല, പിന്നെയാണ് ട്യൂഷൻ ടീച്ചറിനെ തന്നത്. അതോടുകൂടി അകന്നോയെ പോയി സുവിശേഷം പറയുന്ന കാര്യം. ഭാഷ പഠിക്കാതെ എങ്ങനെ സുവിശേഷം പറയാനാ? എന്നാലും അദ്ദേഹം ഒരു തരത്തിൽ ഒരാളെ തരപ്പെടുത്തി തന്നു. പഠിക്കാൻ പറ്റുന്നില്ല. ആ നാളുകളിലെ എന്റെ പ്രധാന ഭാഷാ പഠനം എന്ന് പറയുന്നത് മലയാളം ബൈബിൾ ഇവിടെ, ഇംഗ്ലീഷ് ബൈബിൾ ഇവിടെ, ഹിന്ദി ബൈബിൾ ഇവിടെ, കാർബി ബൈബിൾ ഇവിടെ. എന്നിട്ട് ഇത് നാലും തമ്മില് താരതമ്യം ചെയ്തിട്ട് വാക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് പോയി കാണുന്നവരോട് പറയും, അവര് ചിരിക്കും. ചിലരൊന്നും പറയില്ല, ചിലർ വഴക്ക് പറഞ്ഞു പോകും. അങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് ഇടയായി. കർത്താവിനെ പറ്റി കേൾക്കാത്ത ഗ്രാമം ഒന്നുണ്ടെന്ന് ഒരു തദ്ദേശിയിൽ നിന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോയി. തദ്ദേശീയരായ 2 പേരെ കൂടി കൂട്ടി. മുളവടികളായിട്ടാണ് അവർ സ്വീകരിച്ചത്. ആ ഗ്രാമത്തിന്റെ പേരാണ് പൈത. അന്ന് രാത്രിയിൽ തന്നെ അവർ പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോഴേ ഇവിടുന്ന് പോകണം. കാരണം ഭീകരവാദവും അങ്ങനെ പല കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവർ പറഞ്ഞത്. ഭാഷ അറിയില്ലല്ലോ. തിരിച്ച് ഹാമറിൽ വന്നു. പിന്നെയും ഭാഷ പഠിച്ചു തുടങ്ങി. ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ മുതലാളിയെ കൊണ്ടൊരു കട മുതലാളിയെ പറ്റി കൊണ്ടൊരു എഴുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ്. ഞാൻ മിഥുൻ ജോണിയാണ്, കേരളത്തിൽ നിന്നാണ് വന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ പോലീസും CID ഒന്നും അല്ല. എനിക്ക് നിങ്ങളുടെ ഇടയിൽ താമസിച്ച് ഭാഷ പഠിക്കണമെന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ എന്ത് പണിയും ചെയ്യാം, ദയവായി എന്നെ സ്വീകരിക്കും. ഇങ്ങനെ വിചാരിക്കരുത്. ദൈവനാമം മഹത്വപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഇവിടുത്തെ തീരുമാനങ്ങളും ചെയ്യിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ എക്സലൻസി നിപുണത കൊണ്ടല്ല. മണ്ടത്തരങ്ങൾ അനവധി. അതിനെ പോലും ദൈവം തന്റെ മഹത്വത്തിനാക്കി മാറ്റുന്നു. സ്തോത്രം. ഞാൻ നേരെ ചെന്നു. 3 യുവതികൾ ഉണ്ടായിരുന്നു. ഒരാള് വിറക് വെട്ടുന്നു, ഒരാള് അരി വേവിക്കുന്നു, ഒരാള് ഉരലില് നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോ കൊച്ചുമക്കൾ ഈ ഉരല് ഉലക്കി അതൊന്നും അറിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവർ അത് പറഞ്ഞു കൊടുക്കണമെന്ന് അപേക്ഷിക്കും. ലെറ്റർ തുറന്ന് വായിച്ചു. അവസാന വാചകം എന്ന ദയവായി എന്നെ സ്വീകരിക്കണം. കേട്ട വഴി എല്ലാവരുടെയും ചിരി തുടങ്ങി. ഈ 3 യുവതികൾ ചിരിക്കാൻ തുടങ്ങി.
ദയവായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ കാർബി ഭാഷയിൽ എന്നെ കല്യാണം കഴിക്കണേന്നാണ്. സുവിശേഷ ദർശനവുമായി എന്തൊക്കെയാ പറയാറുണ്ട്, കേരളക്കരയിൽ നിന്ന് പോയി ഇവിടെ ഒരു മിഷണറി മണ്ഡം പോയി 3 യുവതികളോട് കല്യാണം കഴിക്കണേന്ന് പറഞ്ഞിട്ടില്ല. അതൊന്നും ദൈവം വിനയായി തീരുവാൻ ഇടയാക്കിയിട്ടില്ല. എന്തുമാവട്ടെ, അവരെന്നെ ഒരു വീട്ടിൽ സ്വീകരിച്ചു. ആ വിഗ്രഹനാഥനും നാഥയും വന്നു. അറിയാവുന്ന മുറി ഹിന്ദിയിൽ അവരുമായിട്ട് പറഞ്ഞു. അവരുടെ മൂത്ത മകന് ട്യൂഷൻ എടുക്കാമോ എന്ന് പറഞ്ഞു. ഹിന്ദി ഇംഗ്ലീഷ് കണക്ക്. അവൻ 10ാം ക്ലാസ്സിലാണ്, പുറത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. പരീക്ഷയ്ക്ക് മുമ്പ് അവൻ വരും. അവർ പറഞ്ഞു, ഞങ്ങളുടെ തരാനൊന്നുമില്ല, പരദേശി എന്നാണ് വിളിച്ചിരുന്നത്, പാവ. എന്നാ ഞങ്ങൾ ഉണ്ണുന്നുണ്ടെങ്കിൽ തനിക്കും തരാം. എന്നിട്ട് നെരിപ്പോട് ഈ കായുന്ന സ്ഥലമുണ്ടല്ലോ, ഫയർ സൈഡ്, അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു പായയും തലോണയും തരാം. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ, അല്പം അപ്പം വിശപ്പിനും സ്വല്പം വെള്ളം ദാഹിക്കും. 1 മാസത്തോളം അവിടെ നിന്നു. ആ മകനെ പഠിപ്പിച്ചു. അതിനുശേഷം പിന്നെയും അവരെന്നെ പുറത്താക്കി. മറ്റൊരു ഗ്രാമത്തിൽ ചെന്ന് ചേർന്നു. അവിടെ ഒരു വിദ്യാലയം ഉണ്ടായിരുന്നു, ബാപ്റ്റിസ്റ്റുകാർ നടത്തുന്ന വിദ്യാലയം. 4.5 വർഷം ആ ഗ്രാമത്തിൽ താമസിച്ച് ആ സ്കൂളിൽ പഠിപ്പിച്ച് ആ കുട്ടികൾ എന്നെ തിരിച്ച് കാർബി പഠിപ്പിച്ചു. അങ്ങനെ കാർബി ഭാഷ പഠിച്ചതിന് ശേഷം തിരിച്ച് പഴയ ഗ്രാമത്തിലേക്ക് ചെന്നു. അപ്പൊ ഞാൻ കരുതിയിരുന്നത് ആ തുടക്കമാണ്. 1 മാസത്തെ അവിടുത്തെ ജീവിതം കൊണ്ട് ഒരു നന്മയും ഉണ്ടായിരുന്നു. തിരിച്ച് ആ വീട്ടിലേക്ക് ചെന്നപ്പോ ആ വീട്ടിലെ സ്ത്രീ എന്നെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി. എന്നിട്ട് ചോദിച്ചു, മിഥുൻ, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? അപ്പോഴും വണ്ടറടിക്കാനേ കഴിവുള്ളൂ, ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്താ? ആ 1 മാസം അദ്ദേഹത്തിന് ട്യൂഷൻ എടുത്തു. ലോകമുണ്ടായ നാൾ മുതൽ ആദ്യമായി 10ഉം 12ഉം ജയിക്കുന്ന യുവാവായിട്ട് അവൻ മാറി. അവർ അതിനെ കാണുന്നത് അവരുടെ വിശ്വസിക്കുന്ന അവരുടെ ദൈവങ്ങൾ അവർക്ക് കൊടുത്ത അനുഗ്രഹവും അതിനായിട്ട് എന്നെ ഉപയോഗിച്ച ചാനൽ മാധ്യമവുമായി. അവർ ചോദിച്ചു, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഗ്രാമത്തില് പിള്ളേരെ പഠിക്കും. ഞങ്ങളുടെ മക്കളെ ഇവിടെ വന്ന് പഠിപ്പിച്ചുകൂടെ? സ്തോത്രം. ഇപ്പോഴും കണ്ടീഷൻസ് ഒക്കെ പഴയ പോലെ, തരാനായിട്ടൊന്നുമില്ല. ഒരു കുട്ടി 1 മാസം 1 കിലോ അരി തരാം, ധാരാളം. അങ്ങനെ അവിടെ താമസം തുടങ്ങി. ആ നാളുകളിലൊക്കെയുള്ള ജോലി കുട്ടികളെ പഠിപ്പിക്കും. മണ്ണെണ്ണയോ മരുന്നോ ഒക്കെ വേണമെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ പോയി അത് വാങ്ങിച്ച് ഒരു കമ്പും വെച്ച് തോളത്ത് ചുമന്ന് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അവർ പറയുന്ന എല്ലാ പണികളും ചെയ്യും. നെല്ല് വരെ കുത്താനായിട്ട് ഇടയായിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ അതൊക്കെ ചെയ്യുന്നത്. കൊച്ചുകുട്ടികൾ നമ്മളുമായിട്ട് ഇടപെടുമായിരുന്നു. ഭാഷ അങ്ങനെ വന്നു. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 5 വർഷത്തോളം പിന്നിട്ടൊരു യാത്ര. അപ്പോഴും ഒരു ലക്ഷ്യം വന്നിട്ടില്ല. എന്തിനാണ് കർത്താവ് ഇങ്ങനെ ഒരു നിയോഗം? എന്റെ ഭാഷ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ അവരെനിക്ക് പണിത് തന്ന കുടിലിൽ ഞാൻ ഒരു തവണ ഇരുന്ന സമയത്ത് വൈകുന്നേരം ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹം പറഞ്ഞു, സാറേ, യേശു കർത്താവിനെ പറ്റി സാറിന് അറിയാമോ? ഞാൻ പറഞ്ഞു, നല്ല ചോദ്യം, അറിയാം, എനിക്കും അറിയാം. ഞാൻ എന്റെ ചേച്ചിയെ സഹായിക്കാൻ പട്ടണത്തിൽ ചെന്നു. എന്റെ ചേച്ചി ഒരു ബാപ്റ്റിസ്റ്റുകാരനെ കല്യാണം കഴിച്ചു. എനിക്ക് അവിടെ താമസിക്കുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ ബലി കൊടുത്ത് ആരാധിക്കുന്ന എന്റെ ആത്മാക്കൾ, ഞാൻ ദൈവം എന്ന് കരുതുന്ന ആത്മാക്കൾ ഉറക്കത്തിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തും. ഞാൻ ഒരു ദിവസം യേശു കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, യേശു കർത്താവേ, അങ്ങാണോ യഥാർത്ഥ ദൈവം? എനിക്കറിയില്ല.
ഇനി അങ്ങാണ് യഥാർത്ഥ ദൈവമെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റും. ഇതാണ് പ്രാർത്ഥന. അദ്ദേഹത്തിന്റെ സാക്ഷ്യം വെച്ചിട്ട് പറഞ്ഞ 3 രാത്രിയും നന്നായിട്ട് ഉറങ്ങും. ചേച്ചിയോട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. ഇതാണ് അവിടെയുള്ള പ്രത്യേകത. ചേച്ചി പറഞ്ഞു അങ്ങനെ സ്നാനം കൊടുക്കാൻ പറ്റില്ല, നീ തിരിച്ച് ഗ്രാമത്തിൽ പോ, നിന്നെ വിട്ടത് അപ്പനല്ലേ, അനുമതി ചോദിച്ചിട്ട് പോവാ. തിരിച്ചു പോയി അനുമതി ചോദിച്ചു, വിട്ടില്ല. അന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, എന്നെങ്കിലും യേശു കർത്താവിനെ പറ്റി പറയുന്ന ഒരാൾ ഈ ഗ്രാമത്തിൽ വരികയും യേശു കർത്താവിനെ പറ്റി പറയുകയും ചെയ്താൽ ഞാൻ ആ ആളുടെ അടുത്ത് പോയി കർത്താവിനെ പറ്റി കേൾക്കും. 4 വർഷമായിട്ട് കർത്താവ് ഒരുക്കി വെച്ചിരുന്ന ആ വ്യക്തി കാത്തിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോ എന്റെ രോമപൂവ് എഴുന്നേറ്റിട്ടുണ്ട്. സുവിശേഷം അദ്ദേഹമായിട്ട് പങ്കുവച്ചു, രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം പിന്നെയും ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ പട്ടണത്തിൽ ബാപ്റ്റിസ്റ്റുകാരുടെ അടുക്കൽ ചെന്ന് വിശ്വാസ സ്നാനം സ്വീകരിക്കുവാനായിട്ട് ഇടയായി. ഇന്ന് ബാപ്റ്റിസ്റ്റുകാരുടെ സ്ഥലം സുവിശേഷകനാണ് അദ്ദേഹം. പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോ മറ്റൊരു കുടുംബം, തീവ്രവാദിയായിരുന്ന ഒരു കുടുംബം, അതിൽ നിന്നും മുന്നോട്ട് വരുവാനായിട്ട് ഇടയായി. അതിനുശേഷം പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോ മറ്റൊരു കുടുംബം, വിക്രം ജെറിൽ എന്ന് പറയുന്ന ഒരു കുടുംബം കർത്താവിന് വരുവാനായിട്ട്. ഇന്ന് 5 കുടുംബങ്ങൾ അവിടെ കൂടി വരുന്നുണ്ട്. അവിടെ ഉള്ള വിദ്യാലയത്തിൽ അന്യഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന 15ഓളം കുട്ടികളെ നമ്മൾ ഈ 5 ഭവനത്തിലായി പാർപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാലയത്തിൽ പഠിച്ച അനേകം കുട്ടികൾക്ക് കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിൽ പലരും ഇന്ന് ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിൽ ഉപരിപഠനത്തിനായിട്ടായിരിക്കുന്നവരുണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഒരു യുവാവിനെ ഇവിടെ BPCLന്റെ ഒരു കമ്പനിയായ GSL തൃപ്പൂണിത്തറയിൽ ITI കഴിഞ്ഞ ഇവിടെ പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. വെൽകിൻസൺ എന്നാണ് പേര്, അവിടെയുണ്ട്. 21 വർഷം മുൻപുണ്ടായിരുന്ന വൈദ എന്ന് പറയുന്നത് മാസത്തിൽ 3-4 മരണം. ഈ മരണമേ നിന്റെ വിജയവും പാതാളം, വിഷമുള്ള ഇതൊക്കെ കണ്ട് 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 മടുത്ത സമയങ്ങൾ, അല്ലെങ്കിൽ മരവിച്ച സമയങ്ങൾ. കാരണം മരുന്ന് കൊടുക്കുവാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, പരദേശിയെ ഞങ്ങൾക്ക് എന്ന് രോഗം പിടിച്ചാലും മരുന്ന് തരാൻ പരദേശി ഉണ്ടാവും. അതെങ്ങനെയാ അവർക്ക് വാഗ്ദാനം കൊടുക്കാൻ പറ്റും? എന്ന് ഞങ്ങളെ വിട്ടേക്ക്. വർഷങ്ങളായി ഞങ്ങൾ ഈ കാട്ടിൽ വളരുന്നവരാണ്, ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക്. എന്നാൽ ഒരു ദിവസം ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ, 6 മക്കളുടെ അമ്മ, മലേറിയ പിടിച്ച് ജലാംശം നഷ്ടപ്പെട്ട് മരണത്തെ മുന്നിട്ട് കണ്ടുകൊണ്ട് കിടന്ന സമയം, ഹാംറൺ എന്ന പട്ടണത്തിലെ സിവിൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏത് പാതിരാത്രിയും എന്ത് ആവശ്യത്തോടുള്ള എന്നെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചു. ആ സ്ത്രീയുടെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, സാറേ എന്തെങ്കിലും ചെയ്യണം, എന്റെ ജീവിതം അർത്ഥശൂന്യമായിപ്പോ, 6 മക്കളെ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? വളരെ പൊടിക്കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ആ ഡോക്ടറെ വിളിച്ചു. ആ ഡോക്ടർ മരുന്ന് കുടിച്ചു തന്നു. ഇനിയൊരു മണ്ടത്തരം പറയും. ഡോക്ടർ കരുതി കേരളത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനല്ലേ, ഈ IV ഡ്രിപ്സ് കൊടുക്കാൻ നേരത്ത് മുറുക്കാനായിട്ടിടുന്ന സാധനത്തിന്റെ പേരെന്താ? അതെ, അതിട്ട് മുറുക്കാൻ. കേരളത്തുകാർക്ക് അത്യാവശ്യം വിവരം ഉണ്ടാവില്ല, ഇദ്ദേഹം അത് വാങ്ങിച്ചോളൂ എന്ന് കരുതി. എല്ലാ മരുന്നും വന്നു, ഞരമ്പ് കിട്ടിയാലല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് മിഷണറി മണ്ണിന് മനസ്സിലാവുന്നത്, അയ്യോ അല്ലെങ്കിൽ തന്നെ എന്റെ വിരൽ കൈ വിറക്കി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു,
മരുന്ന് പോയി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ 6.5 മണിക്കൂർ അങ്ങോട്ടും 6.5 മണിക്കൂർ ഇങ്ങോട്ടും നടക്കണം. അദ്ദേഹം ഇങ്ങനെ മുറുക്കി പിടിച്ചു. ഞാനൊരു തോർത്തും കൊണ്ടിട്ട് കെട്ടി എന്റെ ഈ വലിയ കയ്യിൽ ആ കൈ ഇങ്ങനെ നീക്കി. 15ാമത്തെ കുത്തിൽ കിട്ടി. ദയവ് ചെയ്ത് നേഴ്സുമാരായിട്ടുള്ള ഒരു പോലീസ് കേസ് കൊടുക്കരുത്. എന്ത് ചെയ്യാതെ, അല്ലെങ്കിൽ കണ്ണിന്റെ മുന്നിൽ കിടന്ന് മരിക്കണത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. എന്തായാലും ആ സ്ത്രീയെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ആ ഒരു സംഭവമാണ് ആ ഗ്രാമവാസികൾ മരുന്ന് സ്വീകരിക്കാനായിട്ട് നിതാന്തം. അന്ന് മുതൽ മരണത്തിന്റെ നിരക്ക് കുറയുവാനുണ്ട്. അപ്പോ അങ്ങനെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി തുടങ്ങി. ലൈസൻസ് ഒന്നുമില്ല, ദയവ് ചെയ്ത് അതൊക്കെ കരുതിയേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വിടാവൂ എന്ന് ഞാൻ പറയും. അടുത്തത് വഴിയില്ല, നടത്തത്തോട് നടത്തം. ഇപ്പൊ എന്നെ കണ്ട ആരും പറയില്ല, കാരണം ഇപ്പൊ വഴിയായി. എന്തുണ്ടെങ്കിലും ചുമന്നുകൊണ്ട് ചെന്നെത്തിക്കണം. 1 കിലോ ഉപ്പ് ഹാമ്പറിൽ നിന്ന് ചുമക്കാൻ തുടങ്ങിയ ഗ്രാമത്തിൽ വരുമ്പോൾ 10 കിലോ ഭാരം. 32 മലനിരകൾ താണ്ടിയിട്ട് വേണം വൈതയിലെത്താൻ. ആ വഴിയുടെ വില ക്യാഷിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ലക്ഷങ്ങളാണ്. എന്നാൽ അതിലും വലിയൊരു വില ആ വഴിക്കുണ്ട്. മംഗൾ സിംഗ് എന്ന് പറയുന്ന ഒരു 6 വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ, കഴിഞ്ഞ പടം കാണിക്കുമ്പോൾ അതിൽ ഞാൻ അവനെ ചൂണ്ടിക്കാണിച്ചു തരാം. അവന് മലേറിയ പിടിപെട്ടു. പല്ല് കടിച്ച് നാക്ക് മുടിച്ച് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ആവുന്നത് കെഞ്ചി അവന്റെ അമ്മയപ്പന്മാരോട്, ദയവ് ചെയ്ത് ഈ പയ്യനെ എനിക്ക് തന്നുവിടും. ഞാൻ പട്ടണത്തിൽ കൊണ്ടുപോയി അവനെ രക്ഷിക്കാൻ ശ്രമിക്കാം. ഞാൻ എന്തുകൊണ്ട് ആ പയ്യനിൽ ഇത്ര ഇൻട്രസ്റ്റ് എടുത്തത് എന്ന് പറഞ്ഞാൽ, 6 വയസ്സ് പ്രായത്തിൽ അവൻ 4 കാളയെ വെച്ച് നിലം ഉഴുകുമായിരുന്നു. എന്റെ വലങ്കയായിരുന്നു സ്കൂളിൽ. അവർ പറഞ്ഞു, ഇല്ല സാറേ, തന്നുവിടില്ല. യാത്രാ മധ്യം മരിച്ച ഇനി ഞങ്ങൾക്കുള്ള കുട്ടികളും അങ്ങനെ തന്നെ മരിക്കും. ഇതാണ് അവന്റെ വിശ്വാസം. താഴെ പട്ടണത്തിലുള്ള വൈദ്യന്മാരോട് പോയി ഞാൻ കാല് പിടിച്ചു, ഒന്ന് വന്നു ശുശ്രൂഷ. 16 കിലോമീറ്റർ ഈ അത്തകടിയും കൊണ്ട് മഴയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അവർക്ക് അതൊരു വർത്തായിട്ട് തോന്നിയിട്ട് അവർ വന്നില്ല. ഞാൻ തിരിച്ചെത്തിയപ്പോ മങ്ങൾ മരിച്ചിരുന്നു. ഈ മരണം എന്ന് വിളിക്കുന്ന സംഗതി മരിക്കുന്നവർക്ക് അതൊരു നിമിഷത്തിന്റെ സംഗതിയാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ജീവനുള്ള കാലമൊക്കെയും ഓർമ്മ പേറിക്കൊണ്ട് ചെയ്യും. മങ്ങളന്ന് മരിക്കുമ്പോ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2 കുട്ടികളെ ഉള്ളൂ ആ ക്ലാസ്. ഞാനിന്നും ഈ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഹാജർ വിളിക്കുമ്പോൾ അറിയാതെ മങ്ങളിന്റെ പേര് വരും. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, എന്ത് തന്നെ വില കൊടുക്കേണ്ടി വന്നാലും വഴി വന്നേ. ഞാൻ എന്റെ കട്ടിൽ തന്ന അദ്ദേഹത്തിന്റെ ചേട്ടനാണ്. ആചാരപ്രകാരം അദ്ദേഹം എന്നെ ദത്തെടുത്തിട്ടുണ്ട്. അവരുടെ ഒരു കുടുംബാംഗമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഈ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം ഇവണ്ണം പറഞ്ഞു, അത് ശരിയാണ്, ഒരു വഴി വരാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരാത്തത്. ഒരു വഴി വന്ന നിന്റെ ജീവിതത്തിലുള്ള ഈ അടച്ചിലുകൾക്കൊക്കെ ഒരു സമാധാനമാണ്. അങ്ങനെ അദ്ദേഹം JCB വിട്ടു തന്നു. അദ്ദേഹം ഒരു കോൺട്രാക്ടർ, ധനാജ്ഞനായിട്ടുള്ള മനുഷ്യനാണ്.
7.25 മാസം ആ മലയിടുക്കുകളിൽ കൂടെ കീറി ലോകമെമ്പാടുമുള്ള ദൈവജനം വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. ദൈവനാമത്തിനായിട്ട് ഓർക്കുന്നു. അങ്ങനെ ഒരു മണ്ണിട്ട വഴി ഈ ഗ്രാമം വരെ എത്തിക്കുവാനായിട്ട് ഇന്ന് വർഷത്തിൽ ഒന്നോ ഏറിയാൽ 2 മരണമാണ്. എന്നാൽ അതും വൈദ്യസഹായം കൂടാതെ അല്ല. 2022 ആദ്യം ഒരു കോരിച്ചെറിയുന്ന ഒരു കാട്ടോല കൂരയിലാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. മഴ വരുമ്പോൾ കുട നിർത്തി പഠിപ്പിക്കും. ഞാനൊന്ന് പറയട്ടെ, അതിന്റെ സുഖം വേറെ. എന്നാൽ ദൈവം ഒരു നല്ല കെട്ടിടം അവിടെ തരുവാനായിട്ടിടയായി. ആ കെട്ടിട നിർമ്മാണ ശുശ്രൂഷയിൽ ആ ഗ്രാമൂപ്പൻ എഴുന്നേറ്റ് നിന്ന് ദൈവനാമ മഹത്വത്തിനായി താൻ ചില വാചകങ്ങൾ പറഞ്ഞു. ആ കെട്ടിടം പണിയുവാനായി 50 വയസ്സിലും മീതെയുള്ള നമ്മുടെ പല സഭകളിലും ശുശ്രൂഷ ചെയ്യുന്ന മൂപ്പന്മാരും ശുശ്രൂഷകന്മാരുമായിട്ടുള്ള പണി അറിയാവുന്നവർ വന്ന് സ്വമേധയാ പണിതു നിന്ന് പോയിട്ടുള്ള ഒരു കെട്ടിടമാണ്. മൂപ്പൻ പറഞ്ഞു, മിഷണറിമാർ വന്ന് ഞങ്ങൾക്ക് ജില്ലയൊക്കെ നേടിത്തന്നു എന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു കാര്യം മനസ്സിലായി, ആ ദൈവം ഇന്നും ഞങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവത്തിന് ഇന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഗ്രാമത്തെയും അറിയാം. ഞങ്ങൾക്കായിട്ട് എന്തുമാത്രം കരുതുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ സാക്ഷിയാണ്. ഇനി ആരെങ്കിലും മരണപ്പെട്ട ചിന്തയിൽ വേണ്ടേ, അതിനുമിടയായ ഒരു സംഭവം പറയാം. വിക്രം ജെർലിൻ എന്നീ ദമ്പതിമാർക്ക് ഇപ്പോൾ 2 മക്കളുണ്ട്. എന്നാൽ സുവിശേഷം അവരോട് പറഞ്ഞ സമയത്ത് ഒരു മകൻ ഉണ്ടായിരുന്നു, അവൻ മരണപ്പെട്ടു. വിക്രം സഹോദരൻ രക്ഷയിലേക്ക് വന്നിട്ടില്ല എങ്കിലും പാപബോധം അവനിൽ വന്നിരുന്നു. മരിച്ചിട്ട് ആ ശവം ഇങ്ങനെ കിടത്തിയിട്ട വെറും 2 മുറിയുള്ള ഒരു കൂര. ഈ ഒരു മുറിയിൽ തന്നെയാണ് നെരിപ്പോടും ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലവും അവര് കിടക്കുന്ന സ്ഥലവും പിന്നെ ഒരു വരാന്ത. വിക്രം സഹോദരൻ വന്നിട്ട് പറഞ്ഞു, സാറേ, എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഈ മകനെ ഒന്ന് ക്രിസ്ത്യാനികളെ കുഴിച്ചിടണ പോലെ ഒന്ന് കുഴിച്ചിടാൻ? ഞാൻ പറഞ്ഞു, വളരെ പൈതലെ കൊടിക്കുഞ്ഞായിരുന്നു. പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ തീരുമാനം നിന്റെ ആയിരിക്കണം. നീ ആയിട്ട് അത് ഗ്രാമൂപ്പന്മാരോട് പറയണം. എനിക്ക് എന്താ നീ അങ്ങനെ തീരുമാനം എടുക്കണം? സാറേ, ഞങ്ങൾ ചെയ്യുന്നത് പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്ക് വളരെ കൂടെ ബോധ്യമുണ്ട്. ശരി. അങ്ങനെ വിക്രം ചെന്ന് ഗ്രാമൂപ്പന്മാരുടെ അടുത്ത് പറഞ്ഞു. അവർ വരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ശവത്തിന്റെ കൂടെ ആരും ഇരിക്കില്ല. ഞങ്ങള് സംസാരം എന്നായിരുന്നു അവരുടെ പേര്. സംസാരനെ ക്രിസ്ത്യാനിയെ അടക്കം ചെയ്യുന്ന പോലെ അടക്കം ചെയ്യണം. അവര് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇനി ആരാ ഉള്ളത്? വിക്രം, വിക്രമിന്റെ ഭാര്യ, ഞാൻ. അവരെന്നെ നോക്കി, ഞാൻ അവരെ നോക്കി. രാത്രിയായി. ചിന്തയിൽ ഒരു കുഞ്ഞ് മരണപ്പെട്ട് കിടക്കുക. കുഴിച്ചിടാൻ ഒരടി മണ്ണിൽ. വിളിക്കാൻ ഫോണില്ല, ഓതാൻ സഹോദരന്മാരില്ല. ആ കുഞ്ഞിന്റെ അമ്മയും അപ്പനും പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളിലൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവിനോട് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. അവസാനം വിഷമം സഹിക്കാൻ വയ്യാണ്ടായി. ആരുമില്ല. ഞാൻ അവരോട് ആ കുഞ്ഞിന്റെ ശവം കെടുത്തിരിക്കുന്നതിന്റെ അടുത്ത് ഒരു ഷിഫ്റ്റിലിരിക്കാൻ പറഞ്ഞു.
ആ രാത്രി മുഴുവൻ ഞാൻ ആ കുഞ്ഞിന്റെ കൂടെ കിടന്നു. കാർമികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാഴ്ചയാണ്. നേരം വെളുത്തപ്പോ ഗ്രാമൂപ്പന്മാര് പറഞ്ഞു അവർ ഈ കാഴ്ച ശവത്തിന്റെ മുകളിൽ കൈയിട്ട് കിടന്നുറങ്ങുന്ന സാധനം. ഗ്രാമൂപ്പനെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. അവർ പറഞ്ഞു, സാറേ, സാറിന് അറിയാലോ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ സ്ഥലമൊന്നും കൊടുത്തില്ല, കുടിക്കാനും ഇതുവരെ സ്ഥലം കൊടുത്തിട്ടില്ല. എന്നാൽ ഇന്നു മുതൽ ശവത്തെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്നത് നമുക്ക് നിർത്താം. ഞങ്ങൾ കത്തിക്കുന്ന ഒരു മലയില്ലേ, അതിന്റെ ഒരു ഭാഗം ഇന്നു മുതൽ നിങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ കുഴിച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചു. തീർന്നിട്ടില്ല. സാർ ഒറ്റയ്ക്കാണെന്നും കരുതി വിഷമിക്കണം. കുഴി എത്ര അളവിലെടുക്കണമെന്ന് സാറ് പറ. ഞങ്ങൾ ചെറുപ്പക്കാരോട് പറഞ്ഞ് കുഴിയെടുക്കാം. സ്തോത്രം. മിണ്ടാതിരുന്ന് ഞാൻ ജോബ് ഒരു തവണ പറഞ്ഞു, എന്റെ ശ്വാസം നിന്റെ ദാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭീകരവാദികൾ അനേകം ഉള്ള സ്ഥലമാണ്. ഒരു തവണ അങ്ങനെ ഇന്ത്യൻ ആർമിയുടെ ഗൂർഖ റെജിമെന്റിന്റെ ഓപ്പറേഷൻ സർജിക്കൽ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരുന്ന സമയം ഞാനിത് അറിയുന്നില്ല. എനിക്ക് കെട്ടിത്തന്ന കുടിലിന്റെ കുറച്ചു മാത്രം മാറി ഭീകരവാദികളുടെ ഒളിത്താവളം. പട്ടാളക്കാർ സ്നൈപ്പർ ഗണ്ണുമായിട്ട് കാട്ടിൽ ഒളിച്ചിരുന്നു. ഈ തോക്കിൻ മുനയിൽ കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്, ഈ തോക്കിൻ മുനയിലൂടെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു ദിവസം ഞാൻ ഒരു ഗ്രാമവാസിയെ വിളിച്ച് കക്കൂസയുടെ ഇരിപ്പിടം ഒടിഞ്ഞു പോയപ്പോ മരം വെട്ടാനായിട്ട് പോയി. ഞങ്ങൾ മരം വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഒച്ച കേട്ട് ആ ഭാഗത്തേക്ക് ഇവർ വന്നു. അതിലൊരു പട്ടാളക്കാരൻ തന്റെ സ്നൈപ്പർ ആ തോക്ക് ഞങ്ങളുടെ നേരെ ചൂണ്ടി. ഒരാൾ അതില് അരവരെ മുണ്ടേ ധരിച്ചിട്ടുള്ളൂ, ഒരു പ്രത്യേക തരത്തിലുള്ള തോർത്തൊന്നും മുകളിലേക്ക് ഒന്നും ഇട്ടിട്ടില്ല. ആ പട്ടാളക്കാരന് മനസ്സിലായി ഇതൊരു ഗ്രാമവാസിയാണ്. ആ തോക്കി എന്റെ നേരെ തിരിച്ചു. അപ്പൊ ഞാൻ പുറം തിരിഞ്ഞാ നിൽക്കുന്നു. നോക്കുമ്പോ നല്ല നീണ്ടത്തിലൊരാൾ. ഇത് ഭീകരവാദികളുടെ ഏതെങ്കിലും ഒരു തലവൻ തന്നെ. അദ്ദേഹം കാഞ്ചി വലിക്കാനായിട്ട് പോയി. ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പൊ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ തിരിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ തോക്കിലുള്ള കാണാൻ പറ്റുന്ന സാധനത്തിലൂടെ എന്റെ താടി കണ്ടു. കാഞ്ചി വലിച്ചില്ല. അദ്ദേഹം ചിന്തിച്ചു, വരെ ഇത്രയധികം പൊക്കെയുള്ള ആൾ, താടിയുള്ള ആൾ, പഠാൻ എന്ന് പറയുന്ന വടക്കേ ഇന്ത്യൻ സമൂഹമാണ്. അവര് ആർമിയിൽ ഏറ്റവും വിശ്വസ്തരെന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെ അദ്ദേഹം കാഞ്ചി വലിച്ചില്ല. പിറ്റേ ദിവസം ഈ നടക്കുന്ന വഴിയിൽ അവർ കാട്ടിൽ നിന്ന് ഇറങ്ങി. അവർ ചോദിച്ചു, താനാരാ? ഞാനിവിടെ എന്താ ചെയ്യുന്നത്? എന്റെ കൂടെ കുട്ടികളുണ്ട്, ഒന്നും പേര്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് വന്നയാളെ, കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ ഇവിടെയാണ്. അദ്ദേഹം പറഞ്ഞു, തന്റെ താടിയാണ് തന്നെ ഇന്നലെ കൊല്ലപ്പെടുന്നതിൽ നിന്നും രക്ഷിച്ചത്. എന്നിട്ട് അദ്ദേഹം ഈ കാര്യം എന്നോട് വിവരിച്ചു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കാഞ്ചി വലിക്കുന്നതിനും വിരലനക്കുന്നതിനും മധ്യേ ശ്വാസത്തെ ദാനമായിട്ട് നൽകാൻ കഴിവുള്ള ഒരു ദൈവം. അദ്ദേഹം ചിരിച്ചു. എന്ന് പറഞ്ഞ് ഇപ്പോ ഇതൊക്കെ പറയാം. അദ്ദേഹം ശുദ്ധജലം ഞങ്ങൾക്കൊരു ലക്ഷറിയായി. എന്നാൽ ഈ അടുത്ത നാളുകളിൽ വളരെ ഉയരമുള്ള ഒരു ഓലി എന്നാണ് വിളിക്കുന്ന പാറയിടുകളിൽ കൂടി വരുന്ന വെള്ളം,
ജലം. അവിടെ നിന്നൊരു പ്രത്യേക സിമെന്റിന്റെ ടാങ്ക് കെട്ടി അതിലേക്ക് വീഴ്ത്തി അതിൽ നിന്ന് ഭൂഗർഭ പൈപ്പ് ഇട്ട് ഗ്രാമമൂപ്പന്മാർ ഞങ്ങൾക്കായിട്ട് അനുവദിച്ചു തരുന്ന അന്ന് ആ സ്ഥലത്തേക്ക് 2 സിൻഡാക്സിൽ കൊണ്ടുവന്ന് ചാടിച്ചു. അവിടെ നിൽക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ളവർക്ക് പലർക്കും വെള്ളം വിതരണം ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇതേതാ ഡിപ്പാർട്ട്മെന്റ്? വാട്ടർ അതോറിറ്റി. അപ്പൊ മെഡിക്കലായി, എഡ്യൂക്കേഷനായി, ഇനി വാട്ടർ അതോറിറ്റി, പബ്ലിക് ഹെൽത്ത്. വീട്ടിൽ അങ്കമാലിയിൽ ഡാഡിയോടും മമ്മിയോടും കൂടെ വളരുന്നൊരു കുഞ്ഞുണ്ട്. ലിപിലി എന്നാണ് പേര്. കാർമികളുടെ വിശ്വാസം പ്രസവ സമയത്ത് അമ്മ മരിക്കുകയും കുഞ്ഞ് ജീവനോടെ ശേഷിക്കുകയും ചെയ്താൽ കുഞ്ഞാണ് അമ്മയെ കൊന്നത്. ആ കുഞ്ഞിന് ജീവിച്ചിരിക്കുവാനായിട്ടുള്ള അവകാശം ഇല്ല. ആ ജീവനുള്ള കുഞ്ഞിനെ കൊന്ന് അമ്മയുടെ ശവശരീരത്തോടൊപ്പം കത്തിക്കും. ഇതാണ് ആചാരം. അങ്ങനെ ഒരു കുഞ്ഞിനെ മരണത്തിന്റെ മുനയിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. 3 ദിവസത്തെ ആ കുഞ്ഞിന്റെ അമ്മയുടെ ചേച്ചിയാണ് വളർത്തുവാൻ ചോദിക്കാനായിട്ട് വിട്ടത്. 3 ദിവസത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ആ കുഞ്ഞിനെ അവർ കൊടുത്തുവിട്ടത്. ഓർക്കുക, 3 ദിവസം 72 മണിക്കൂർ ആ കുഞ്ഞിന് ഒരിറ്റ് ജലം കൊടുത്തിട്ടില്ല. കാശിന് 2 കുരികൾ അങ്ങാടിയിൽ വിൽക്കുന്നുണ്ട്. അതിൽ ഒന്നുപോലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയാതെ ഇന്ന് ആ കുഞ്ഞിന് പ്രായം 7. നല്ല അസൽ, അങ്കമാലി ഭാഷയിൽ പറഞ്ഞാൽ നല്ല അസൽ മലയാളം പറയുന്ന കാന്താരിയാണ്. ഡാഡിയോടും മമ്മിയോടും ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ആ കുഞ്ഞ് ചോദിച്ചു, അച്ചാച്ചൻ വരുമ്പോ ഡാഡിയെയും മമ്മിയെയും, മമ്മി ഡാഡി എന്നാണ്, അപ്പച്ചൻ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്, എന്നെ അച്ചാച്ചൻ, ചേട്ടനായിട്ട് ചോദിക്കുക. അച്ചാച്ചൻ വരുമ്പോ അച്ചാച്ചൻ എവിടെ താമസിക്കും എന്ന് പറഞ്ഞാൽ അത് അവളുടെ വീടാ. അച്ചാച്ചൻ എവിടെ താമസിക്കും? സ്തോത്രം. ഇനി മറ്റൊരു മണ്ടത്തിനും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്ന ഇദ്ദേഹം ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിക്രം ജെർലിൻ ദമ്പതിമാർക്ക് കർത്താവ് ഇപ്പൊ 2 ആൺകുഞ്ഞുങ്ങളെ കൊടുത്തു. മൂത്തവന്റെ പേര് ആദം എന്നാണ്. അവന് മലേറിയ പിടിപെട്ടു. ഇപ്പൊ കയ്യിൽ ഒരുപാട് മരുന്ന് സ്റ്റോക്ക് ചെയ്യുമല്ലോ. ആ മരുന്ന് അവന് കൊടുത്തു. മാറും പിന്നെയും വരും. അവസാനം അവൻ വളരെ ശോഷിച്ചു. പട്ടണത്തിലേക്ക് കൊണ്ടുപോയി മരുന്ന് കൊടുത്തു. ചെറിയൊരു ആശ്വാസം. പിന്നീട് മരുന്ന് റിജക്റ്റ് ചെയ്യുവാനായിട്ട് ശരി. അപ്പോ ആ വൈദ്യൻ പറഞ്ഞു, സാറേ ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകും, ഇവൻ ജീവിക്കുകയില്ല. അങ്ങനെ ഒരു ആംബുലൻസിൽ അവനെ ഗോഹട്ടിയിൽ എത്തിക്കുവാനായിട്ട് ഇടയായി. വെളുപ്പിന് 4:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പലതും ചെയ്തു നോക്കി. ഒന്നും ശരീരം എടുക്കുന്നില്ല. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവനെ മാറ്റി. അവിടെയും ഡോക്ടർ ബ്ലഡിന്റെ പല സാമ്പിൾസ് എടുത്തു, പല ടെസ്റ്റിന് വിധേയനാക്കി. രാത്രി വന്നിട്ട് പറഞ്ഞു, മലേറിയയാണ്, 2 തരം മലേറിയയുടെ മിശ്രിതമാണ് കിട്ടിയിരിക്കുന്നത്. മരുന്ന് തുടങ്ങി. എന്നോട് നാളെ ഡോക്ടർ താനൊന്ന് ചേംബറിൽ വന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം 10 മണിയാകുമ്പോൾ ചേംബറിൽ പോയി. ഡോക്ടർ മുറിയിൽ പോയി. ഡോക്ടർ ചോദിച്ചു, താൻ ഈ കുഞ്ഞിന് ഏതൊക്കെയാ മരുന്ന് കൊടുത്തതെന്ന് ചോദിച്ചു. അവിടെ വെച്ച് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള മരുന്നെല്ലാം പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞു, ദൈവത്തിന് ഒരു കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് ദൈവം തീരുമാനിച്ചാൽ ആർക്കും കൊല്ലാനാവില്ല.
സ്നേഹിച്ചാലും സ്നേഹിച്ചും കൊല്ലാനാകില്ല. അത് പറഞ്ഞിട്ട് എനിക്ക് മൊത്തം ആശയക്കുഴപ്പം. സ്നേഹിച്ച് കൊല്ലുകയാണ്. എന്നാ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന് സെൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന, ബ്ലഡ് സെൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. താൻ നേരത്തെ പറഞ്ഞ മലേറിയയുടെ ഇത്യാദി മരുന്നുകൾ ഈ കുഞ്ഞിനെ ജീവിപ്പിക്കുകയല്ല ചെയ്തത്, ആ കുഞ്ഞിന്റെ രക്തകോശങ്ങളെ ഓരോ ദിവസത്തിലും ഇല്ലാതെയാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ബാംഗ്ലൂർക്ക് കൂടുതൽ ട്രീറ്റ്മെന്റായിട്ട് കൊണ്ടുപോയി. ഷോർട്ട് വേർഷൻ, സുവിശേഷവുമായിട്ട് പോയി അറിഞ്ഞോ അറിയാതെ ആവട്ടെ കുഞ്ഞിനെ ഓൾമോസ്റ്റ് കൊന്നു. ദൈവം വലിയ വിടുതൽ നൽകി. ഇന്ന് ആരോഗ്യവാനായിട്ട് ആ കുഞ്ഞ് വൈദ്യയിൽ ചെയ്യും. ഇതിലൊക്കെ ഞാൻ പറഞ്ഞതിന്റെ സാരം, പുറപ്പെടുമ്പോൾ ഇതൊന്നും അറിയില്ലായിരുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം ഹൃദയത്തിലുണ്ടായിരുന്നു. ഏതെല്ലാം മേഖലകളിൽ കൂടെ ആ സമൂഹത്തിന്റെ പല രീതിയിലുള്ള രൂപാന്തരത്തിനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ചപ്പോഴും ഹൃദയത്തിൽ എന്നും ഒരു തേങ്ങൽ ഉണ്ടായിരുന്നു. അത് ഞാൻ ദൈവജനമായിട്ട് പറയട്ടെ. എന്താ, നമ്മുടെ നേഴ്സുമാർ എവിടെ? നമ്മുടെ ഡോക്ടേഴ്സ് എവിടെ? നമ്മുടെ ടീച്ചേഴ്സ് എവിടെ? നമ്മുടെ യൗവനക്കാർ എവിടെ? എല്ലാം ഒന്നും വിട്ട് സ്ഥിരം അങ്ങോട്ട് വരുവാനായിട്ട് അല്ല പറയുന്നത്. വർഷത്തിൽ 1-2 ദിവസം പല നിലകളിൽ ഇങ്ങനെയൊക്കെ ദൈവരാജ്യത്തിന് കെട്ടുമണിക്കായിട്ട് ശ്രമിച്ചുകൂടെ? മക്കളെ ആ നിലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൂടെ? അയച്ചുകൂടെ? ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. അങ്ങനെ ഇന്ന് അവിടെ 5 കുടുംബങ്ങൾ കൂടി വരുന്ന ഒരു സ്ഥലം സഭയുണ്ട്. കാര്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കുമല്ലോ. ഏറ്റവും അവസാനമായി ആ ഗ്രാമം മുമ്പ് ഈ അടുത്തിടെ പറഞ്ഞൊരു കാര്യവും പറഞ്ഞ് ഞാൻ സാക്ഷ്യത്തെ ചുരുക്കട്ടെ. കാർഗിൽ പ്രമാണികളായിട്ടുള്ള ചിലർ ഈ ഗ്രാമത്തിലേക്ക് വന്നു. അവർ പറഞ്ഞു, ഒരാള് എന്തിനാ ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്? അദ്ദേഹം ഒരു വരക്കാണ്. എന്തെങ്കിലും ഒരു ലാക്ക് ഗ്രാമമൂപ്പൻ പറഞ്ഞു. ശരിയാകാം, മനസ്സിനുള്ളിലുള്ളത് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള കഴിവ് എനിക്കില്ല. പക്ഷെ എനിക്ക് ഒന്നറിയാം, 2005 അദ്ദേഹം വരുമ്പോഴും ഇപ്പൊ 2025 ഒരുപാട് മാറ്റങ്ങളുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ ജീവനുള്ള ഏക സത്യ ദൈവമാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഞാൻ നോക്കുമ്പോ കാണുന്നത് അദ്ദേഹം ചെയ്യും. ഇനി എന്തുമാകട്ടെ, എന്റെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും ഇപ്പോ അക്ഷരം വായിക്കും. അവിടെ 4 കൂട്ടർ ക്രിസ്ത്യാനികൾ ഉണ്ട് എങ്കിലും ഞാൻ അവിടെ പോകുന്ന സമയങ്ങളിൽ അവർ നമ്മുടെ ഗ്രാമത്തിലേക്ക് വഴി, വെള്ളം, വെളിച്ചം ഇതിനൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നിവിടെ വെള്ളം, ഇന്നിവിടെ ഒരു വഴിയുണ്ട്. എന്റെ പ്രജകളായിട്ടുള്ള ആരെങ്കിലും
വൈദ്യസഹായത്തിന് വേണ്ടി കേഴുന്ന സമയത്ത് വണ്ടി ഓടിച്ച് താഴെയുള്ള വൈദ്യന്മാർ വരുന്നത് ഞാൻ കാണും. ശരിയാ, നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് ഈ പുള്ളിയെ ഓടിക്കാം. ഈ ഒരു സന്ദേഹത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നാളെ മുതൽ നിങ്ങൾ കുടുംബമായിട്ട് വന്ന് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഏറ്റെടുക്കും. ചാവാനായിട്ട് ആ മനുഷ്യൻ കിടന്ന കുറെ സമയങ്ങൾ, എന്നിട്ടും അദ്ദേഹം ഇവിടെ വിട്ട് പോയിട്ടില്ല. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. വന്നവര് പറഞ്ഞു, അതിനൊന്നും ഞങ്ങൾ കിട്ടില്ല, ഞങ്ങൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ ഇനി ഈ കാര്യം പറഞ്ഞ് പ്രദേശത്ത് വന്നുപോയെങ്കിൽ ഫൈൻ അടപ്പിച്ചിട്ട് തിരിച്ചു വിടും. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോന്നും മനസ്സിലേക്ക് വരിക. എന്തായാലും ഞാനിവിടെ നിർത്തട്ടെ. ശേഷം കാര്യങ്ങൾ ഒരു വാചകത്തിൽ ഒതുക്കട്ടെ. വന്ന് കാണും. പഴയ പോലെ നടക്കണ്ട. ഒരു ചരക്ക് വണ്ടി അവിടെ ഉണ്ട്. അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരെ നിങ്ങൾ വന്നാൽ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി അതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി പ്രായമായ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങളെ കൊണ്ടൊക്കെ പറ്റുമോ? അയ്യോ, അവിടെ വന്നിരിക്കുന്ന ഏറ്റവും പ്രായമുള്ളവർ 72 73 വയസ്സുള്ള ദമ്പതിമാർ. ഇനി ചില ദൃശ്യങ്ങൾ ഞാൻ അവിടെ കാണിക്കാം. ഞാൻ അതിനുശേഷം ഇത് കാണിക്കുമ്പോൾ തന്നെ അതിനുശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യം എന്തെങ്കിലും ചോദിക്കണമെങ്കിലും ഞാൻ തരാം. ഒരു കാര്യം കൂടി പറയട്ടെ. അത് ഒരുക്കുന്ന സമയത്ത് കാർബി ഭാഷയിൽ സത്യവേദ പുസ്തകം മുഴുവനായിട്ടുണ്ട്, പാട്ടുപുസ്തകമുണ്ട്. ഇതെല്ലാം അവിടേക്ക് കൊണ്ടുവരാനായി ദൈവം ഈ നല്ല വേല തുടങ്ങിയത് 160 വർഷങ്ങൾക്ക് മുൻപാണ്. അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷൻ സൊസൈറ്റി അയച്ച ദൈവദാസന്മാർ കുടുംബമായിട്ട് അവിടേക്ക് വരികയും അവരുടെയൊക്കെ എഫേർട്ട് എന്ന് പറയുന്നത് നടന്നാണ് വന്നത്. 65 കിലോമീറ്റർ ഒരു നദി കണ്ടു, തിരിച്ചു പോയി, പിന്നെയും വന്നു. തങ്ങളുടെ കുഞ്ഞു മക്കളെ അവരുടെ മക്കളെ പുറകിൽ വെച്ച് കെട്ടി വെള്ളം കയറാത്ത പ്ലാസ്റ്റിക് കവറുകളിൽ വന്ന് പുറത്ത് കെട്ടി ആ നദിയിലേക്ക് ചാടി മറുകര കടന്ന് അവരെ കാട്ടിലേക്ക് കയറി. അതിൽ 3 പേർ അവിടെ തന്നെ മരണപ്പെട്ടു. അതിൽ ഒരാൾ, ജോൺ മോസസ് കാർമൽ എന്ന് വിളിക്കുന്ന ഒരാൾ, മരണം തെരഞ്ഞെടുത്തു. വെറും 5 കുടുംബങ്ങളെയാണ് 35 വർഷത്തെ തന്റെ മിഷണറി ജീവിതം കൊണ്ട് തനിക്ക് ഫലം കാണാൻ. അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷൻ സൊസൈറ്റി പറഞ്ഞു, താൻ തിരികെ പോലെ. അദ്ദേഹം പറഞ്ഞു, പലതവണ മലയാളിയെ പിടിപെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ മണ്ണിലാണ് കർത്താവിലുള്ള എന്റെ അധ്വാനം, കണ്ണുനീർ, പ്രാർത്ഥന, ഇതെല്ലാം ഇതിലും നല്ലൊരു സ്ഥലം കർത്താവിനെ എതിരേൽക്കാനായി എനിക്ക് ഈ ഭൂമിയിൽ ഇല്ല. അവരുടെ ടൂംസ് ഇതിലുണ്ട്. വരുന്ന സമയത്ത് എബി അവിടെ വന്നപ്പോൾ അവിടെ പോകാനായിട്ടായി. ഇനി ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഇതിൽ ചെയ്യാൻ പോയ ബുദ്ധിമുട്ടാണ്. ഇത് ചില വസ്തുതകളാണ്. ഇത് നിങ്ങൾക്ക് www.karbi.nic.in ഗവൺമെന്റ് വെബ്സൈറ്റ് എന്ന് അടിച്ചാൽ വരും. ഈ ജില്ലയെ ഇതായിരുന്നു ആ പിന്നാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ആദ്യം കാട്ടോളിയായിരുന്നു ഫസ്റ്റ് ബാങ്ക്. ഒരു സെക്കൻഡ്, ഇതാണ് ആ വഴിയുടെ വില. മൊങ്ങൽ സിംഗ് വേദി. ഓക്കെ, നെക്സ്റ്റ്.
ഇത് ചില സമയത്ത് കുട്ടികളുമായിട്ട് നദിക്കരയൊക്കെ പോകും, ഇത്തിരി നല്ല ഭക്ഷണമൊക്കെ അവരുമായിട്ട് തിരുമ്പി കഴിക്കും. ഇതാണ് ഇപ്പോഴുള്ള കുട്ടികൾ. അതാണ് ആദ്യത്തെ സ്കൂൾ കെട്ടിടം. ഇതാണ് ഇന്നത്തെ സ്കൂൾ കെട്ടിടം. ആ പുറകെ ഇരിക്കുന്നത് പഠിപ്പിക്കുന്ന മാഡം, അത് അദ്ദേഹത്തിന്റെ മാഡത്തിന്റെ ഭാര്യ, ഭർത്താവ്, അവര് ഭർത്താവും ഭാര്യയുമാണ്. ഇത് അങ്കമാലിയിൽ നിന്നും ഒരു 1.5 വർഷത്തോളം വേലയിൽ സഹായിക്കാനായിട്ടും കുട്ടികളെ പഠിപ്പിക്കാനുമായിട്ട് വന്ന മാത്യൂസ് ജോണി എന്ന യുവാവാണ്. ഇന്ന് വിവാഹമൊക്കെ കഴിഞ്ഞു ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തു. ഇത് അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സ് ആണ്. ഈ നമുക്ക് ആദിവാസികൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വന്ന രൂപം ഒരു തുണി ഇങ്ങനെ പൊതച്ചിട്ട് പോകുന്നവരാണ്. അതല്ല, അവർ മംഗോളിയൻ വംശജരാണ്. വളരെ സൗന്ദര്യബോധമാണ്. അരി വാങ്ങിക്കാൻ കാശില്ലെങ്കിലും ഫെയർ ആൻഡ് ലവ്ലി അവർ വാങ്ങിക്കും. നെക്സ്റ്റ്, ഇത് മമ്മിയും ഡാഡിയും വന്നപ്പോ എടുത്ത ചില പടങ്ങളാണ്. ഇരിക്കുന്നതാണ് കൊച്ചുമോൻ രുക്മിലി എന്ന് പറയുന്നത്. അവരിന്ന് അങ്കമാലിയെ ഡാഡിയുടെ മമ്മിയുടെ കൂടെ വളരുന്നു. ഇതാണ് ആരാധനയുടെ സമയം. അവരുടെ വീട്ടിലാണ് കൂടുന്നത്. മാത്യൂസ് വന്നപ്പോൾ മാത്യൂസിന് താമസിക്കാനായി പണിത ഒരു കുടിലുണ്ട്, അവിടെ ഇരുന്നാണ് ആരാധന. ജോയ് മോസസ് എന്ന് പറയുന്ന അങ്കിൾ കടന്നു വന്നപ്പോ എടുത്ത ഒരു പടമാണ്. ഇതിലൊക്കെ ഉള്ളത് ആരാധനയ്ക്ക് കൂടി വരുന്നവരാണ്. ഓക്കെ, ഈ നിൽക്കുന്നത് ജോബിൻ എന്ന് പറയുന്ന കുറച്ച് നാള് സ്കൂൾ പണിയുള്ള ബന്ധത്തിലുണ്ടായിരുന്ന ഒരു യുവാവാണ്. ഇതാണ് ബൈബിൾ പാഠ്യപുസ്തകം എന്നതൊക്കെ അറബി ജനതയ്ക്ക് എഴുത്തിലൂടെ സംഭാവന ചെയ്ത ആ മിഷണറി കുടുംബം. നെക്സ്റ്റ്, ഇതാണ് ഇപ്പോൾ വീട്ടിൽ ആ കൈക്കുഞ്ഞായി. നെക്സ്റ്റ്, നെക്സ്റ്റ്, ഇത് വേറെ ആരൊക്കെ ചെയ്തതാണ്, എനിക്കിതൊന്നും ചെയ്യാൻ അറിയില്ല. അപ്പൊ എന്തുകൊണ്ടൊക്കെ ഹർജാനുകള് വരാൻ അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തത്. നെക്സ്റ്റ്, ഇതൊക്കെയാണ് ഭക്ഷണം. ഇത് നിങ്ങൾക്ക് തരില്ല, പേടിക്കണ്ട. ഇത് പട്ടുനൂൽപ്പുഴു വറുത്തതാണ്. മോളിൽ നിന്ന് നോക്കിയ ഗ്രാമം ഏകദേശം ഇങ്ങനെയൊക്കെ കാണും. ഇതാണ് വണ്ടി. ഇത് ആ ഗ്രാമത്തിന്റെ ആംബുലൻസ് ആണ്. ഇത് ആ ഗ്രാമത്തിന്റെ എമർജൻസി വെഹിക്കിൾ ആണ്. ചന്തയിലേക്ക് പോകുന്ന വണ്ടിയാണ്. അങ്ങനെ പല റോൾ ഈ വണ്ടി വഹിക്കും. അപ്പൊ ഒരു പണിയും കൂടി ഉണ്ട്, ഡ്രൈവർ ഉദ്യോഗം. ഇത് അവരുടെ ചില ആചാരങ്ങളാണ്. ചില പ്രത്യേക മാസങ്ങളിൽ കാർഡി, ഇതൊക്കെ നിങ്ങൾക്ക് ഇന്റർനെറ്റിലൂടെ ലഭ്യമാകുന്നതാണ്. അതാണ് ആ കുഞ്ഞിന്റെ 3 ചേട്ടന്മാരും അപ്പൻ. അവർ കൂടുതൽ ജീവനോടെ ഉണ്ട്. Next. Okay. 5 നിമിഷം, 5 മിനിറ്റ് എന്തെങ്കിലും നീ പുതുതായിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം. 5 മിനിറ്റ്. ഈ വേലയോടുള്ള ബന്ധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. മറ്റുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാനായിട്ടുള്ള കേൾപ്പ് എനിക്കില്ല. ലിപിയില്ല. ABCD ട്രാൻസ്ലിറ്ററേഷൻ. ദൈവത്തിന് അർണ എന്നാണ് പറയുന്നത്. അപ്പോൾ ARNAM അങ്ങനെയാണ് ഭാഷ. എന്താ പറയുന്നത്? മംഗ്ലീഷ്. അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവിടെ ക്രൈസ്തവരുണ്ടോ? അവിടെ ആരുണ്ടോ? ക്രിസ്ത്യാനികളുണ്ടോ? ഇല്ല. അപ്പോഴേ ഈ കാർമിയിലുള്ള ബൈബിൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഉപയോഗിക്കുന്നത് മിഷണറിമാരാണ് അത് ചെയ്തത്. 1919 ബൈബിളിന്റെ വിവർത്തനം പൂർത്തീകരിക്കുന്നത്. 33 തവണ മലേറിയ പിടിച്ചിട്ടുണ്ട്.
ഇലിയാവിന്റെ കാക്ക കൊണ്ടുവന്ന കട്ടിൽ, ഈ കട്ടിലിന്റെ പശ്ചാത്തലം ഇത് റോബർട്ട്സൺ ആ കടയുടെ മുതലാളിയുടെ കട്ടിലാണ്. അദ്ദേഹം ഒരു ധനാഢ്യനായ മനുഷ്യനാണ്. 3 വർഷം എടുത്താണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഉരുപ്പടികൾ, ഫർണിച്ചർ ആശാരിമാർ പണിതീർത്തത്. അപ്പൊ അതിൽ ബാക്കി വന്നതുകൊണ്ട് ആശാരിമാർ അവർക്ക് കിടക്കാൻ ഒരു കട്ടിലുണ്ടാക്കിയിരുന്നു. ആ കട്ടിലാണ് എനിക്ക് അദ്ദേഹം ഫർണിച്ചർ വരുന്നതിന് മുന്നേ കിടക്കാൻ തന്നത്. ഇനി അദ്ദേഹത്തിന്റെ പേര് കേൾക്കണം, റോബർട്ട്സൺ ക്രോ. ഇത് ബാംഗ്ലൂരുള്ള ഒരു ദൈവവേദനാണ് എന്നെ ഇങ്ങനെ മീറ്റിംഗ്, ഞാൻ അതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഈ ക്രോ കപ്പിൽ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ക്രോ ആണ്. ഈ ഗ്രാമത്തിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കൺട്രോൾ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റേറ്റ് ബൗണ്ടറീസ് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കൺട്രോൾ അവർക്കുള്ളൂ. ഈ പ്രത്യേക സ്ഥലം ഓട്ടോണമസ് കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അത് കേരളത്തിലും മറ്റു സ്ഥലത്തും ഇല്ല. ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാം ആ ജില്ലാ അധികാരികളുടെ കീഴിലാണ്, സംസ്ഥാന സർക്കാരിന്റെ അല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഇലക്ഷൻ ഉണ്ട്. എന്നാൽ ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ പോലീസില്ല, കോടതിയില്ല. തികച്ചും ഗ്രാമമൂപ്പന്മാരാൽ മാത്രം ഭരിക്കപ്പെടുന്ന ഗ്രാമമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഗ്രാമത്തിൽ പണത്തിന് മൂല്യമില്ല. സാധന കൈമാറ്റ വ്യവസ്ഥിതിയാണ്. ഞാൻ ആ കുട്ടികളെ പഠിപ്പിക്കും. ഒരു കുട്ടി 1 മാസം എനിക്ക് 1 കിലോ അരി തരും. ഓക്കെ, എനിക്ക് തോന്നി ഞാൻ പ്രാർത്ഥിച്ചു ഈ ചോദ്യം വരരുത്. ഓക്കെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം ദൈവരാജ്യത്തിന് വേണ്ടി കല്യാണം കഴിക്കില്ല എന്നൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു. എന്നൊരു കാരണം, കഷ്ടങ്ങളുടെ ഒരു ചെറിയ പാക്ക് അവിടെ ഉണ്ട്. അതാരുമായിട്ടും പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹമില്ല. എന്തിനാ വെറുതെ ഒരാളെ കൂടി കഷ്ടപ്പെടുന്നത്? എപ്പോഴും കല്യാണത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരും സ്ത്രീജനം ഓൾറെഡി ബലഹീന പാത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളണമെന്ന് അപ്പസ്തോലൻ ആഗ്രഹിക്കുന്നു. എന്തിനാ വെറുതെ അതിനോട് കൂടി കഷ്ടം കൂടി ചേർക്കുന്നത്? അതുകൊണ്ട് മാത്രം. അപ്പോ ശ്രമിച്ചതിനായിട്ട് നന്ദി, പ്രാർത്ഥിക്കുന്നതിനായിട്ട് നന്ദി. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ടൊന്ന് പറയട്ടെ, വരണം. എങ്ങനെയൊക്കെ ചന്ത തുറന്ന് പറഞ്ഞാലും വാക്കിലൂടെ പറഞ്ഞാലും ആ സ്ഥലത്ത് വന്ന് അത് ലിപിയോട് ചോദിച്ചാൽ മതി. അവിടെയൊക്കെ ഒന്ന് കടന്നു പോകുന്നത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ഒരു വേറിട്ട അനുഭവമാണ്. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഒരു അവസരത്തിനും ഈ ഒരു കരുതലിനും എല്ലാത്തിനുമായിട്ട്